എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, നീ അംഗം കുറിച്ചോ? ശരിയായ കളി തുടങ്ങാറായി. നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തേച്ചു മിനുക്കാൻ സമയമായിരിക്കുന്നു. നമ്മുടെ ഫണ്ടിൽ നിന്ന് ഞാൻ പറയാതെ ഇനി പണം ചെലവഴിക്കരുത്. പൈസക്ക് ഇനി ധാരാളം ആവശ്യങ്ങൾ വരും. ശരി. നമ്മുടെ കൂടെ നിൽക്കുന്ന MLA-മാരുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടണം. നാളെ രാത്രി തന്നെ. 20 പേരുണ്ടാവില്ലേ? ആ കൃഷ്ണദാസിന്റെ കാര്യമാണ് ബുദ്ധിമുട്ട്. ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് അവൻ. ഒരു 4 പേരെങ്കിലും അവന്റെ കൂടെയാണ്. പണം വാങ്ങുകയുമില്ല, നമ്മുടെ കൂടെ നിൽക്കുകയുമില്ല. ഒരുമാതിരി മൊരടൻ. അവന്റെ വീട് എവിടാണ്? പാർട്ടിക്കുള്ളിൽ കോക്കസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ജനാധിപത്യ മൂല്യങ്ങളെ എന്നും പരമാവധി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവനാണ് ഞാൻ. മഹിക്ക് ഒരുപക്ഷെ അത് അറിയില്ലായിരിക്കും. നിങ്ങൾ ഇന്നലെ വന്ന പയ്യനാണ്. ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചോ എന്ന കാര്യം എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ ഉടുതുണി ഉയർത്തിപ്പിടിച്ചായി കേട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ല. പത്രത്തെ വായിച്ചതാ. പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു സാധാ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു കൃഷ്ണദാസ്. ഇന്ന് അയാളുടെ മൂത്ത മകൻ അമേരിക്കയിൽ MBA-ക്ക് പഠിക്കുന്നു. ഇളയ കുട്ടികൾ ഊട്ടിയിൽ. ബോംബെയിൽ ഭാര്യയുടെ പേരിൽ 5 സ്റ്റാർ ബ്യൂട്ടി പാർലർ. സഹോദരന്റെ പേരിൽ ഉദ്ഘാടനം കാത്തുകിടക്കുന്ന ഒരു എയർ കണ്ടീഷൻ തിയേറ്റർ. ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമ്പാദിച്ചവയാണ് ഇവയെങ്കിൽ പേടിക്കണ്ട. ഇല്ലെങ്കിൽ പേടിക്കണം. നാളെ രാവിലെ ഉണർന്നെണീക്കുമ്പോൾ വിജിലൻസിനെ കണി കാണാൻ ഇഷ്ടമാണോ? ഇഷ്ടമില്ലെങ്കിൽ നാളെ രാത്രി ഞാൻ വിളിച്ചു കൂട്ടുന്ന സമ്മേളനത്തിന് വരിക. ഗുഡ് നൈറ്റ്. ഈ 20 MLA-മാരുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, അങ്ങക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ ഭരണം വരാനുള്ള ഇടയുണ്ടാക്കരുത്. ഇല്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഏതെങ്കിലും കാരണത്താൽ ഈ മന്ത്രിസഭ താഴെ വീണാൽ, അല്ലെങ്കിൽ നമ്മൾ വീഴ്ത്തിയാൽ, അടുത്ത ദിവസം തന്നെ പ്രതിപക്ഷത്തിന്റെ സഹകരണത്തോടെ ഒരു പുതിയ മന്ത്രിസഭ ഞാൻ ഉണ്ടാക്കും. നിങ്ങൾക്കെല്ലാം അർഹമായ സ്ഥാനങ്ങളും തരും.